കുമ്മനം രാജശേഖരനെ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ദേശീയ സമിതി ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, മിനിഞ്ഞാന്ന് ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ കുമ്മനം രാജശേഖരനെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ തീരുമാനമായിരുന്നു. അതിനുശേഷം ദേശീയ സമിതി പിന്നീട് നടന്ന കൂടിയാലോചനകൾക്കും എല്ലാം ശേഷമാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ വി മുരളീധരന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായാണ് വി മുരളീധരനെ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ച് ഏറെ നാളായി നിലനിന്ന ആശയക്കുഴപ്പവും അനിശ്ചിതത്വത്തിനുമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദില്ലിയിൽ സമ്മേളിച്ച സമയത്ത് ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും യോഗം ചേർന്ന സമയത്ത് പോലും കുമ്മനം രാജശേഖരന് ബദലായിക്കൊണ്ട് ബാലശങ്കറിന്റെ പേര് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുമ്മനം രാജശേഖരനെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന കുമ്മനം രാജശേഖരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പാർട്ടിയുമായി സഹകരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ പോലും ഭിന്നിപ്പിക്കും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും അകറ്റും എന്നാണ് ഒരു വിഭാഗം ശക്തമായ വാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ദേശീയ നേതൃത്വമാകട്ടെ RSSന്റെ കർശന നിർദ്ദേശം അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ചേർന്ന RSSന്റെ സംസ്ഥാന നേതൃയോഗം കുമ്മനം രാജശേഖരനെ പാർട്ടി അധ്യക്ഷൻ ആക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യത്തിന് ഇപ്പോൾ പൂർണ്ണമായും അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ബി.ജെ.പി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും സാമുദായിക സംഘടനകളൊക്കെയായി അടുപ്പം പുലർത്തുന്നയാളാണ് കുമ്മനം രാജശേഖരൻ. SNDPയെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും കുമ്മനം രാജശേഖരനാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം കുമ്മനം രാജശേഖരന് നൽകിയിരിക്കുന്ന പ്രാഥമിക ചുമതല മറ്റ് NSS ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂടി ബി.ജെ.പിയുമായി അടുപ്പിക്കുക എന്നുള്ളതാണ് കുമ്മനം രാജശേഖരന്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കുമ്മനം രാജശേഖരൻ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ചും ദേശീയ നേതൃത്വം വിലയിരുത്തിയ മറ്റു ചില കാര്യങ്ങൾ സംഘാടകൻ എന്നുള്ള രീതിയിൽ കുമ്മനം രാജശേഖരന്റെ മുൻകാല അനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ VHPയുടെ പ്രവർത്തനത്തിലും കുമ്മനം രാജശേഖരൻ സജീവമായിരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും പരിഗണിക്കുകയും ഉണ്ടായി. ഇതുകൂടാതെ നിലക്കൽ സമരം, ആറന്മുള വിമാനത്താവളത്തിനെതിരെ സമരം തുടങ്ങിയവയിൽ നേതൃത്വം നൽകി. ആ നേതൃത്വവും ജനാഭിപ്രായം കുമ്മനത്തിന് അനുകൂലമാക്കി എന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരനെ ഔദ്യോഗികമായി ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വി മുരളീധരന് പ്രത്യേകിച്ച് എന്ത് ചുമതലകൾ കൊടുക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. സ്ഥാനമൊറിയുന്ന അധ്യക്ഷന് തിരഞ്ഞെടുപ്പിന്റെ കൺവീനർ പദവിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പൂർണ്ണമായ ചുമതലയും വി മുരളീധരനാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ കൂടി നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം ബി.ജെ.പി വലിയ മാറ്റത്തിലേക്കാണ്, പ്രത്യേകിച്ചും തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ബി.ജെ.പി പ്രവർത്തകർക്കും കുമ്മനം രാജശേഖരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിലായിരുന്നു താല്പര്യം കൂടുതൽ. പ്രത്യേകിച്ചും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന ബി.ജെ.പി നേതാക്കൾക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തന പാരമ്പര്യം കുറവാണെങ്കിൽ കൂടിയും സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തന പാരമ്പര്യം കുമ്മനം രാജശേഖരനുണ്ട്. 87-ൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ കൂടിയും അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ദേശീയ നേതൃത്വം ഈ കാര്യം പ്രഖ്യാപിച്ചതോടുകൂടി കുമ്മനം രാജശേഖരൻ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. തിരുവനന്തപുരത്തെ ബി.ജെ.പി പ്രവർത്തകർ വലിയ സ്വീകരണമാണ് കുമ്മനം രാജശേഖരന് ഒരുക്കുന്നത്. സൗമ്യ. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കുമ്മനം രാജശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നു.